അത്രയധികം മനോഹരമായ ഇടമാണ്. തൊട്ടടുത്ത് ഇവിടെ നെടുങ്ങോലം, അവിടെ കണ്ടൽക്കാടുകൾ അടക്കമുണ്ട്. അവിടെ ഇപ്പോൾ സ്വയം സംരംഭകർ തുടങ്ങിയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ തന്നെ നൂറുകണക്കിന് ആൾക്കാർ വരിക. അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് നല്ല സാധ്യതയും അവിടെ തന്നെ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാവുമല്ലോ. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ആയാലും ജനപ്രതിയാകുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ആയാലും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കത്തെ ഇപ്പോൾ വിദേശത്തുള്ളതും വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ചാത്തന്നൂരിൻ്റെ ഒരു നിരന്തരമായ ആവശ്യമാണ് താലൂക്ക് രൂപീകരിക്കുക. ഒപ്പം ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി ഇപ്പോൾ ദയനീയമാണ്. അതൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉള്ള നിരവധി കാര്യങ്ങൾ, ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു മാത്രം. ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഏറ്റെടുത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ജനപ്രതി എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരാളാണല്ലോ. വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ രാഷ്ട്രീയമില്ല, അവർക്ക് അങ്ങനെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നോ ഒന്നുമില്ല. അങ്ങനെ ഒരു തോന്നൽ വളരെ, അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഞാൻ കേട്ടു. സാറിന് എന്താണ് തോന്നുന്നത്? വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയം പോകുന്നുണ്ടോ? കാലഘട്ടം മാറി. പുതിയ തലമുറ അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതിനാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇപ്പോൾ പഴയ ഒരു തലമുറയിൽപ്പെട്ടതുപോലെ അവർ പൊതുരംഗത്ത് അങ്ങനെ അത്ര കണ്ട് സജീവമല്ല. എന്നാൽ പൊതുരംഗത്ത് ആരൊക്കെയാണ് നല്ല ഭരണാധികാരികൾ, ആരൊക്കെയാണ് നല്ല വ്യക്തിത്വങ്ങൾ, ഇത് കൃത്യമായി യുവതലമുറ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടേതായ അഭിപ്രായം, ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നു, പുതിയ തലമുറ അധികം പേരും മോദിജി ഫാനാ. മോദിജി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് പൊതുരംഗത്ത് അവർ ചിലപ്പോൾ സജീവമല്ലായിരിക്കാം, പക്ഷേ പൊതുരംഗത്തെ ഓരോ ചലനവും അവർ കൃത്യമായും പഠിക്കുന്നുണ്ട്. ആരാണ് നല്ല നേതാവ്, ആരാണ് നല്ല ഭരണാധികാരി എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ ആ തലമുറയെ പൊതുരംഗത്ത് കൂടി സജീവമാക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.